ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിഗ്നൂസ് കിച്ചൺ. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ഹെൽത്തി ബെനിഫിറ്റ് ആയിട്ടുള്ള യോഗട്ടുമായിട്ടാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഗ്രീക്ക് യോഗട്ട് എന്നാണ്. ഇത് നമുക്ക് സാധാ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു ടൈപ്പ് യോഗട്ടാണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ അത്രയും വലിയ ഷോപ്പായിരിക്കണം, ഹൈപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ അത്രയും വലിയ സൂപ്പർ മാർക്കറ്റോ അങ്ങനെയുള്ളിടത്ത് മാത്രമേ നമുക്കിത് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടത്തുള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങേണ്ട, നമുക്ക് ഈസി ആയിട്ട് ഇത് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് വീട്ടിൽ കേട് ഉണ്ടായിരുന്നാൽ മാത്രം മതി. നമുക്ക് സിമ്പിളായിട്ട് ഇത് വീട്ടിലുണ്ടാക്കി എടുക്കാം. ഇതിനകത്ത് ഹൈ പ്രോട്ടീൻ കണ്ടൻ്റാണ് ഉള്ളത്. അത് നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഇരിക്കാനൊക്കെ ഇതിലുള്ള പ്രോട്ടീൻ കണ്ടൻറ്റ് ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബയോട്ടിക്സ് ആണ്. പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത്, നമ്മുടെ ശരീരത്തിൽ തന്നെ, നമ്മുടെ വയറിനകത്ത് തന്നെ ഒത്തിരി ബാക്ടീരിയാസ് ഉണ്ട്. ഗുഡ് ബാക്ടീരിയാസും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഗുഡ് ബാക്ടീരിയാസ് ഉണ്ട്. ആ ഒരു ഗുഡ് ബാക്ടീരിയാസ് തന്നെ ഈ ഒരു ഗ്രീക്ക് യോഗട്ടിനകത്തും ഉണ്ട്. അപ്പോൾ നമ്മളിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബാക്ടീരിയാസിൻ്റെ എണ്ണം നമുക്ക് കൂട്ടാൻ പറ്റും. ഗ്രീക്ക് യോഗട്ടിൻ്റെ ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വേണ്ടി വരും. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഗ്രീക്ക് യോഗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കേടാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുത്ത കേടായിരിക്കണം കേട്ടോ. കേട് പ്രിപ്പറേഷൻ്റെ വീഡിയോ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടിരുന്നാൽ മതി, നമുക്കതിൻ്റെ വീഡിയോ ചെയ്യാം. അതേപോലെ ഈ ഗ്രീക്ക് യോഗട്ടിന് നിങ്ങൾ കേട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിൽ നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു പാട കണക്ക് വരും. അതൊന്ന് മാറ്റിയിട്ടുള്ള മിൽക്ക് എടുക്കുക. അതേപോലെ തന്നെ കേട് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിൽ കിടക്കുന്ന ആ ഒരു വെണ്ണയുടെ കണ്ടൻ്റ് ഉണ്ടാവും, ഒരു ക്രീം കളറ്, അതൊന്നും റിമൂവ് ചെയ്തിട്ടുള്ള കേട് വേണം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കോട്ടൺ തുണി മാത്രമേ എടുക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് കേട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ലാസ്റ്റ് നമുക്കത് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. കോട്ടൺ അല്ലാന്നുണ്ടെങ്കിൽ കേടെല്ലാം കൂടി വെളിയിൽ പോവും. ഇതേപോലെ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് അതിനകത്ത് ആഡ് ചെയ്ത് എല്ലാ സൈഡും കവർ ചെയ്തെടുക്കുക, കേട് മിക്സ് ചെയ്തിട്ട്. എന്നിട്ട് ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് പിടിച്ചും കൊണ്ട് അതിനകത്തുള്ള വെള്ളം കംപ്ലീറ്റ് നമ്മൾ മാറ്റിയെടുക്കണം. ആ കേടിനകത്തുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമ്മളിത് റിമൂവ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതേപോലെ ഒരു കിഴി മാതിരി കെട്ടുക. എന്നിട്ട് മാക്സിമം നന്നായിട്ട് തന്നെ വെള്ളം റിമൂവ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു അരിപ്പ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം വെള്ളം നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതേപോലെ മാക്സിമം വെള്ളം മാറ്റിയതിന് ശേഷം ഇതേപോലെ ഒരു ടിന്നിനകത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കെട്ടി ഇടാം. അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളം ഇതേപോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഞാനിതിപ്പോൾ ഒരു ടിന്നിനകത്ത് വെച്ചിട്ട് അതിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കുക. അപ്പോൾ താഴോട്ട് വെള്ളം വീണുകൊണ്ടും ഇരിക്കും. അതിൽ നിന്നുള്ള നമുക്ക് ഡ്രൈ ആക്കി ഇടും. ഇതേപോലെ ഒരു 3 മണിക്കൂർ ഇങ്ങനെ വെച്ചേക്കണം. നമുക്ക് വേണമെങ്കിൽ പുറത്ത് വെച്ചേക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. അതല്ല ഇത്രയും ഡ്രൈനെസ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും മണിക്കൂർ വെക്കണമെന്നില്ല. അതിന് മുന്നേ നിങ്ങൾക്ക് എടുത്ത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് ഓപ്പൺ ചെയ്തെടുക്കുന്നത്. കുറച്ചേ കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മൾ 1 കപ്പ് കേടാണ് എടുത്തത്. നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും ഇപ്പോൾ അതിൽ നിന്ന് എത്ര എനിക്ക് കിട്ടിയെന്നുള്ളത്. ഇത്രേ കിട്ടത്തുള്ളൂ, കുറച്ചേ വരത്തുള്ളൂ. നമുക്ക് ചെറിയൊരു ബൗളിൽ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ വെള്ളമെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഈ ഗ്രീക്ക് യോഗട്ട് കിട്ടത്തുള്ളൂ. ഞാനിത് ഒരു സ്പൂൺ വെച്ച് കോരി ഒരു ബൗളിലോട്ട് മാറ്റുക. എടുത്ത ബൗള് വലുതായിപ്പോയി കേട്ടോ, അതുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞു ബൗളിലോട്ട് മാറ്റി. അത്രയ്ക്ക് അതിലെടുക്കത്തക്ക യോഗട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രേപ്സ്, പിന്നെ കുറച്ച് ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലെക്സും എടുത്തിട്ടുണ്ട് കേട്ടോ. കോൺഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഹണി മിക്സഡ് കോൺഫ്ലെക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഹണി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആഡ് ചെയ്ത് എടുത്താൽ മതി.
ഞാനിപ്പോൾ ഹണി ആഡ് ചെയ്യുന്നില്ല, കാര്യം ഇത് ഈ കോൺഫ്ലെക്സിനകത്ത് തന്നെ അവർ ഹണി ആഡ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് എടുക്കുന്നില്ല. കുറേശ്ശെ കോൺഫ്ലെക്സും ആപ്പിളും മുന്തിരിയെല്ലാം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക്. ഞാൻ ഗ്രീക്ക് യോഗട്ട് വെച്ചിട്ട് ഒരു മാംഗോ ശ്രീഖണ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ. അപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ കൂടെ ഇതിൻ്റെ ഗ്രീക്ക് യോഗട്ടിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടെ എനിക്ക് പറഞ്ഞു പോകാൻ പറ്റത്തില്ല, അത് അത്രയ്ക്കും വീഡിയോ ലെങ്തി ആയി പോവും. അതുപോലെ ഇതിൻ്റെ ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളത് ആർക്കും അറിയാനും പറ്റത്തില്ല. കാര്യം മോസ്റ്റ്ലി എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്തായിരിക്കും കാണാറ്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തത്. ഇതിപ്പോൾ ഞാൻ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ആ കോൺഫ്ലെക്സും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ആപ്പിളും എല്ലാം വരത്തക്ക രീതിയിൽ നന്നായിട്ട് ആ ഗ്രീക്ക് യോഗട്ടിനോടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് കഴിച്ചു നോക്കാൻ പോവുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു എന്തായാലും. പക്ഷെ വയറ് നന്നായിട്ട് പെട്ടെന്ന് ഫില്ലാകും കേട്ടോ കഴിക്കുവാണെങ്കിൽ. നിങ്ങളപ്പോൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.